20/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തിൽ അല്പകാല ക്ഷണഭംഗുര സുഖമാണുള്ളത്. ഇത് കൂടെ വരിക സാധ്യമല്ല. കൂടെ വരുന്നത് അവിനാശി ജ്ഞാനരത്നങ്ങളാണ്. അതിനാൽ അവിനാശി സമ്പാദ്യം ശേഖരിക്കൂ. ചോദ്യം: ബാബയുടെ പഠനത്തിൽ നിങ്ങളെ ഏതൊരു വിദ്യ പഠിപ്പിക്കപ്പെടുന്നില്ല? ഉത്തരം: ഭൂതവിദ്യ. ആരുടെയെങ്കിലും സങ്കല്പങ്ങളെ റീഡ് ചെയ്യുന്നത് ഭൂതവിദ്യയാണ്. നിങ്ങളെ ഈ വിദ്യ പഠിപ്പിക്കുന്നില്ല. ബാബ തോട്ട് റീഡർ ഒന്നും അല്ല. ബാബ എല്ലാം അറിയുന്നവനാണ് എന്നതിൻ്റെ അർത്ഥം നോളജ്ഫുൾ ആണ്. ബാബ വരുന്നത് നിങ്ങളെ ആത്മീയ പഠനം പഠിപ്പിക്കുവാനാണ്. ആ പഠനത്തിലൂടെ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് വിശ്വത്തിൻ്റെ രാജപദം ലഭിക്കുന്നു. ഓം ശാന്തി. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് ഭാരതത്തിൽ ഭാരതവാസികൾ പാടുന്നു. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ ആത്മാക്കളുടെ പിതാവായ പരംപിത പരമാത്മാവ് നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, തൻ്റെ പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. ചിലരാണെങ്കിൽ ഉറച്ച നിശ്ചയബുദ്ധിയാണ്. ചിലർ മനസ്സിലാക്കുന്നത് കുറവാണ്. നമ്പർ വൈസ് ആണല്ലോ. കുട്ടികൾക്കറിയാം, നമ്മൾ ജീവാത്മാക്കൾ പരംപിത പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുകയാണ്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെടുന്നു. ഇപ്പോൾ മൂലവതനത്തിൽ ആത്മാക്കൾ എപ്പോഴാണോ ഉള്ളത്, അപ്പോൾ വേർപിരിയുന്നതിൻ്റെ കാര്യമേ ഉയരുന്നില്ല. ഇവിടെ വരുമ്പോൾ എപ്പോഴാണോ ജീവാത്മാവാകുന്നത്, അപ്പോൾ പരമാത്മാവാകുന്ന പിതാവിൽ നിന്നും എല്ലാ ആത്മാക്കളും വേർപിരിയുന്നു. പരംപിത പരമാത്മാവിൽ നിന്നും വേർപിരിഞ്ഞ് ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. മുൻപാണെങ്കിൽ അർത്ഥമില്ലാതെ ഇങ്ങനെ പാടുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്കറിയാം, പരംപിത പരമാത്മാവിൽ നിന്നും നമ്മൾ വേർപിരിഞ്ഞ് ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. നിങ്ങൾ തന്നെയാണ് ആദ്യം വേർപിരിഞ്ഞത്. അപ്പോൾ ശിവ് ബാബയും ആദ്യം നിങ്ങളുമായി തന്നെയാണ് കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ ക്ഷേമത്തിനായി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. കഴിഞ്ഞ കൽപ്പത്തിലും ഈ കുട്ടികളെ തന്നെ പഠിപ്പിച്ചിരുന്നു. അവർ പിന്നെ സ്വർഗത്തിൻ്റെ അധികാരിയായി. ആ സമയത്ത് മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കറിയാം, നമ്മൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതായിരുന്നു. അതിനെ DT റിലീജിയൻ, DT ഡിനാസ്റ്റി എന്നും പറയുന്നു. ഓരോരുത്തർക്കും തൻ്റെ റിലീജിയൻ ഉണ്ട്. റിലീജിയൻ ഇസ് മൈറ്റ് എന്ന് പറയുന്നു. ധർമ്മത്തിൽ ശക്തിയുണ്ട്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണൻ എത്ര ശക്തിയുള്ളവരായിരുന്നു. ഭാരതവാസികൾ തങ്ങളുടെ ധർമ്മത്തിനെ തന്നെ അറിയുന്നില്ല. ആരുടെയും ബുദ്ധിയിൽ വരുന്നില്ല. തീർച്ചയായും ഭാരതത്തിൽ ഇവരുടെ തന്നെ ധർമ്മം ഉണ്ടായിരുന്നു. ധർമ്മത്തെ അറിയാത്തത് കാരണം ഇർറിലീജിയസ് ആയിരിക്കുകയാണ്. റിലീജിയനിൽ വരുന്നതിലൂടെ നിങ്ങളിൽ എത്ര ശക്തി നിലനിൽക്കുന്നു. നിങ്ങൾ അയൺ ഏജ്ഡ് പർവ്വതത്തെ ഉയർത്തി ഗോൾഡൻ ഏജ്ഡ് ആക്കി മാറ്റുന്നു. ഭാരതത്തെ സ്വർണത്തിൻ്റെ പർവ്വതം ആക്കി മാറ്റുന്നു. അവിടെയാണെങ്കിൽ സ്വർണത്തിൻ്റെ അനേകം ഖനികൾ നിറഞ്ഞിരിക്കുന്നു. സ്വർണത്തിൻ്റെ പർവ്വതമുണ്ടായിരിക്കും. അവർ പിന്നെ അത് തുറക്കും. സ്വർണത്തെ ഉരുക്കി അതിൻ്റെ ഇഷ്ടിക ഉണ്ടാക്കപ്പെടുന്നു. വലിയ ഇഷ്ടികകൾ കൊണ്ടായിരിക്കുമല്ലോ കെട്ടിടം നിർമ്മിക്കുന്നത്. മായ മച്ചന്തറിൻ്റെ കളിയും കാണിക്കുന്നുണ്ടല്ലോ. അതെല്ലാം കഥകളാണ്. ബാബ പറയുന്നു, ഇവയെല്ലാത്തിൻ്റെയും സാരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ധ്യാനത്തിൽ നമ്മൾ സഞ്ചി നിറച്ചു കൊണ്ടുപോകുന്നതായി കണ്ടു. ധ്യാനത്തിൽ നിന്നും താഴെ ഇറങ്ങിയപ്പോൾ ഒന്നും അവശേഷിച്ചില്ല എന്ന് കാണിക്കുന്നു.
നിങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ തന്നെ ഇതിനെ പറയുന്നത് ദിവ്യദൃഷ്ടി എന്നാണ്. ഇതിൽ യാതൊന്നും വച്ചിട്ടില്ല. നൗദ ഭക്തി ധാരാളം ചെയ്യുന്നു. ആ ഭക്തരുടെ മാല തന്നെ വേറെയാണ്. ഈ ജ്ഞാനമാല വേറെയാണ്. രുദ്രമാലയും വിഷ്ണുവിൻ്റെ മാലയും ഉണ്ടല്ലോ, അത് പിന്നെ ഭക്തിയുടെ മാലയാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു രാജപദത്തിനു വേണ്ടി. നിങ്ങളുടെ ബുദ്ധിയോഗം ടീച്ചറിനോടും പഠനത്തോടുമാണ്. ഇതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ ബുദ്ധിയോഗം ടീച്ചറിനോടൊപ്പം ഉണ്ടായിരിക്കും. ബാരിസ്റ്റർ സ്വയം പഠിപ്പിച്ച് തനിക്ക് സമാനമാക്കുന്നു. ഈ ബാബ സ്വയം ആകുന്നില്ല. ഇവിടെ ഈ ഒരു വണ്ടറുണ്ട്. ഇത് നിങ്ങളുടെ ആത്മീയ പഠനമാണ്. നിങ്ങളുടെ ബുദ്ധിയോഗം ശിവ് ബാബയുമായിട്ടാണ്. ആ ഒന്നിനെ തന്നെയാണ് നോളജ്ഫുൾ, ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. എല്ലാം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം ആ ഒന്ന് എല്ലാവരുടെയും ഹൃദയങ്ങളെ ഇരുന്ന് അറിയുകയും ഇവരുടെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയുകയും ചെയ്യുന്നു എന്നല്ല. ആരാണോ തോട്ട് റീഡർ, അവർ അതെല്ലാം കേൾപ്പിക്കുന്നു. അതിനെ ഭൂതവിദ്യ എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പഠിപ്പിക്കുകയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ. മനുഷ്യനിൽ നിന്നും ദേവത എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു, പിന്നെ അടുത്ത ജന്മത്തിൽ ദേവതയാകും. ആദി സനാതന ദേവീ ദേവത തന്നെയാണ് പാടപ്പെടുന്നത്. ശാസ്ത്രങ്ങളിലാണെങ്കിൽ അനേകം കഥകൾ എഴുതിയിരിക്കുന്നു. ഇതാകട്ടെ ബാബ ഡയറക്റ്റായി ഇരുന്ന് പഠിപ്പിക്കുന്നു. ഭഗവാനുവാച, ഭഗവാൻ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം. കുട്ടികളായി നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. ഈ പഠനം നിങ്ങളുടെ 21 ജന്മങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എത്ര നല്ല രീതിയിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ ആത്മീയ പഠനം ബാബ ഒരേ ഒരു തവണ വന്ന് പഠിപ്പിക്കുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി. പുതിയ ലോകത്തിൽ ഈ ദേവീ ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ബാബ പറയുന്നു, ഞാൻ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ധർമ്മം ഉണ്ടായിരുന്നപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ധർമ്മവും ഉണ്ട്. അതിനാൽ ത്രിമൂർത്തിയിലും നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ബ്രഹ്മാവിലൂടെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന എന്ന്. ഇപ്പോൾ ആ ധർമ്മം ഇല്ല. നിർഗുണനായ എന്നിൽ ഒരു ഗുണവുമില്ല, അങ്ങ് തന്നെ ദയ കാണിക്കൂ എന്ന് പാടുകയും ചെയ്യുന്നു. നമ്മളിൽ ഒരു ഗുണവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബുദ്ധി ഗോഡ് ഫാദറിൻ്റെ നേർക്ക് തന്നെ പോകുന്നു. ആ ഒന്നിനെ തന്നെയാണ് മേഴ്സിഫുൾ എന്ന് പറയുന്നത്. ബാബ വരുന്നത് തന്നെ കുട്ടികളുടെ സർവ്വ ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്ത് 100% സുഖം നൽകുവാനാണ്. എത്ര ദയ കാണിക്കുന്നു! നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബയുടെ അടുക്കൽ നമ്മൾ വരുമ്പോൾ ബാബയിൽ നിന്നും പൂർണ്ണമായും സുഖം നേടേണ്ടതുണ്ട്. അത് സുഖധാമമാണ്, ഇത് ദുഃഖധാമമാണ്. ഈ ചക്രത്തെയും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. അപ്പോൾ അന്തമതി സ്വഗതി ഉണ്ടാകും. ശാന്തിധാമത്തെ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായും ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോഴാണ് ആത്മാക്കൾ ശാന്തിധാമത്തിലേക്ക് പോവുക. ഒരു ബാബയുടേതല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരരുത്. പൂർണ്ണമായും ലൈൻ ക്ലിയർ ആയിരിക്കേണ്ടതാണ്. ഒരു ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ രസം കയറുന്നു. ഈ പഴയ ലോകത്തിലാണെങ്കിൽ അല്പകാല ക്ഷണഭങ്കുര സുഖമാണ്. ഇത് കൂടെ വരിക സാധ്യമല്ല. കൂടെ വരുന്നത് ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ തന്നെയാണ്. അതിനർത്ഥം ഈ ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം തന്നെയാണ് കൂടെ വരുന്നത്. അതിലൂടെ പിന്നെ നിങ്ങൾ 21 ജന്മം പ്രാപ്തി അനുഭവിക്കും. ആരാണോ ബാബയെ സഹായിക്കുന്നത് അവരുടെ കൂടെ വിനാശി ധനവും വരുന്നു. ബാബ നമ്മുടെ കവടികൾ സ്വീകരിച്ച് അവിടെ കൊട്ടാരം നൽകണം. ബാബ കവടികൾക്ക് പകരം എത്ര രത്നങ്ങൾ നൽകുന്നു.
ഇതുപോലെ അമേരിക്കയിലുള്ളവർ ധാരാളം പൈസ ചിലവഴിച്ച് പഴയ പഴയ വസ്തുക്കൾ വാങ്ങുന്നു. പഴയ വസ്തുക്കൾക്ക് മനുഷ്യർ വളരെയധികം വില വാങ്ങുന്നു. അമേരിക്കയിലുള്ളവരിൽ നിന്നും ചില്ലിക്കാശിൻ്റെ വസ്തുവിന് ആയിരങ്ങൾ വാങ്ങും. ബാബയും എത്ര നല്ല ഉപഭോക്താവാണ്. ഭോലാനാഥൻ എന്ന പാടപ്പെട്ടിരിക്കുകയാണല്ലോ. മനുഷ്യർക്ക് ഇതും അറിയില്ല. അവരാണെങ്കിൽ ശിവനും ശങ്കറും ഒന്നാണ് എന്ന് പറയുന്നു. സഞ്ചി നിറച്ചു തരൂ എന്ന് ആ ഒന്നിൻ്റെ കാര്യത്തിൽ പറയുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നു, അതിലൂടെ നമ്മുടെ സഞ്ചി നിറയുന്നു. ഇത് പരിധിയില്ലാത്ത ബാബയാണ്. അവർ പിന്നെ ശങ്കറിൻ്റെ കാര്യത്തിൽ പറയുന്നു, പിന്നെ ഉമ്മത്ത് കഴിച്ചിരുന്നു, കഞ്ചാവ് കുടിച്ചിരുന്നു എന്നും കാണിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ സദ്ഗതിക്ക് വേണ്ടി പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഠനം തന്നെ തീർത്തും ശാന്തമായിരിക്കുന്നതിൻ്റേതാണ്. ഈ വിളക്കുകളും മറ്റും കത്തിക്കുന്നു, ഷോ ചെയ്യുന്നു. അത് താങ്കൾ ശിവജയന്തി ഇത്രയും എന്തുകൊണ്ട് ആഘോഷിക്കുന്നു എന്ന് മനുഷ്യർ ചോദിക്കുന്നതിനു വേണ്ടിയാണ്. ശിവൻ തന്നെയാണല്ലോ ഭാരതത്തെ ധനികമാക്കുന്നത്. ഈ ലക്ഷ്മി നാരായണനെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കിയത് ആരാണ്? ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ പൂർവജന്മത്തിൽ ആരായിരുന്നു? ഇവർ പൂർവജന്മത്തിൽ ജഗദംബയും ജ്ഞാനജ്ഞാനേശ്വരിയും ആയിരുന്നു. അത് പിന്നെ രാജരാജേശ്വരിയാകുന്നു. ഇപ്പോൾ ആരുടെ പദവിയാണ് വലുത്? കാഴ്ചയിൽ ഇവർ സ്വർഗത്തിൻ്റെ അധികാരിയാണ്. ജഗദംബ ഏത് സ്ഥാനത്തിൻ്റെ അധികാരിയായിരുന്നു? ഈ ഒന്നിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് പോകുന്നു? ബ്രഹ്മാവിനും 100 കൈ ഉള്ളതായി, 200 കൈ ഉള്ളതായും 1000 കൈകൾ ഉള്ളതായും കാണിക്കുന്നുവല്ലോ. എത്ര കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും ഭുജങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജഗദംബയ്ക്കും ലക്ഷ്മിയേക്കാൾ കൂടുതൽ ഭുജങ്ങൾ നൽകിയിരിക്കുന്നു. ആ ഒന്നിൻ്റെ അടുക്കൽ തന്നെയാണ് പോയി സർവ്വതും യാചിക്കുന്നത്. ധാരാളം ആശകളുമായി പോകുന്നു. സന്താനം വേണം, ഇത് വേണം എന്നെല്ലാം. ലക്ഷ്മിയുടെ അടുക്കൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആശകൾ കൊണ്ടുപോവുകയില്ല. അതാണെങ്കിൽ കേവലം ധനികയാണ്. ജഗദംബയിൽ നിന്നുമാണെങ്കിൽ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ജഗദംബയോട് എന്താണ് ആവശ്യപ്പെടേണ്ടത് എന്നതുപോലും ആർക്കും അറിയില്ല. ഇത് പഠനമാണല്ലോ. ജഗദംബ എന്താണ് പഠിപ്പിക്കുന്നത്? രാജയോഗം. ഇതിനെ പറയുന്നത് തന്നെ ബുദ്ധിയോഗം എന്നാണ്. നിങ്ങളുടെ ബുദ്ധി മറ്റ് ഭാഗത്തു നിന്നും മാറി ഒരു ബാബയുമായി യോജിക്കുന്നു. ബുദ്ധിയാണെങ്കിൽ അനേകം ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുവല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, എന്നോട് ബുദ്ധിയോഗം ചേർക്കൂ, ഇല്ലെങ്കിൽ വികർമ്മം വിനാശമാവുകയില്ല. അതിനാൽ ബാബ ഫോട്ടോ എടുക്കുന്നതിനും വിലക്കുന്നു. ഇത് ഈ ഒന്നിൻ്റെ ദേഹമാണല്ലോ. ബാബ സ്വയം ദല്ലാളായി പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രാഗ്രം കെട്ടുന്നത് ക്യാൻസലായി. കാമചിതയിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ ജ്ഞാനചിതയിൽ ഇരിക്കൂ. കാമചിതയിൽ നിന്നും ഇറങ്ങൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും. ഒരു മനുഷ്യനും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. മനുഷ്യനെ ഭഗവാൻ എന്നും പറയാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ തന്നെയാണ് പതീത പാവനൻ. ആ ഒന്ന് വന്ന് കാമചിതയിൽ നിന്നും ഇറക്കി ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. ആ ഒന്ന് ആത്മീയ പിതാവാണ്. ആ ഒന്ന് ഇദ്ദേഹത്തിലിരുന്ന് പറയുന്നു, നിങ്ങളും ആത്മാവാണ്. മറ്റുള്ളവർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, മന്മനാഭവ. മന്മനാഭവ എന്ന് പറയുമ്പോൾ തന്നെ സ്മൃതി വരും. ഈ പഴയ ലോകത്തിൻ്റെ വിനാശവും മുന്നിൽ നിൽക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് വളരെ വലിയ മഹാഭാരത യുദ്ധമാണ്. ഇങ്ങനെ പറയും, യുദ്ധമാണെങ്കിൽ വിദേശത്തും ഉണ്ടാകുന്നു, പിന്നെ ഇതിനെ മഹാഭാരത യുദ്ധം എന്നെന്തുകൊണ്ട് പറയുന്നു? ഭാരതത്തിൽ തന്നെയാണ് യജ്ഞം രചിക്കപ്പെട്ടത്. ഇതിൽ നിന്നു തന്നെയാണ് വിനാശജ്വാല വന്നത്.
നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം ആവശ്യമാണ്. അപ്പോൾ മധുരമായി കുട്ടികളെ, പഴയ ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വേര് ഇവിടെ നിന്നാണ് വരുന്നത്. ഈ രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ മഹാഭാരത യുദ്ധവും വിനാശജ്വാലയും പ്രജ്വലിതമായി. ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ, എങ്കിലും ആരാണ് പറഞ്ഞത് എന്നതറിയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു പുതിയ ലോകത്തിലേക്ക് വേണ്ടി. ഇപ്പോൾ നിങ്ങൾ രാജപദം നേടുന്നു. നിങ്ങൾ ദേവീ ദേവതയാകുന്നു. നിങ്ങളുടെ രാജ്യത്തിൽ മറ്റാരും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. ഡെവിൾ വേൾഡ് വിനാശമാകുന്നു. ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം, ഇന്നലെ നമ്മൾ രാജ്യം ഭരിച്ചിരുന്നു. ബാബ രാജ്യം നൽകിയിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുത്തു വന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളിൽ ഈ ജ്ഞാനം ഉണ്ടല്ലോ. ബാബ ഈ ജ്ഞാനം നൽകിയിരിക്കുകയാണ്. എപ്പോഴാണോ ഡെയ്റ്റി ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത്, അപ്പോൾ മുഴുവൻ ഡെവിൾ വേൾഡിൻ്റെയും വിനാശം ഉണ്ടാകുന്നു. ബാബ ഇരുന്ന് ബ്രഹ്മാവിലൂടെ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രഹ്മാവും ശിവന്റെ കുട്ടിയാണ്. വിഷ്ണുവിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവാകുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ ബ്രാഹ്മണനാണ്, പിന്നെ ദേവതയാകും, പിന്നെ 84 ജന്മങ്ങളെടുക്കും. ഈ നോളജ് നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. പിന്നെ ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് ഈ നോളജ് എങ്ങനെയാണ് ലഭിക്കാൻ കഴിയുക? ഇതിൽ മുഴുവനും ബുദ്ധിയുടെ കാര്യമാണ്. ബാബ പറയുന്നു, മറ്റെല്ലാ ഭാഗത്തു നിന്നും ബുദ്ധി വേർപെടുത്തൂ. ബുദ്ധി തന്നെയാണ് കേടാകുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ പഠിച്ച് ഇതാകും എന്നറിയുന്നുണ്ട്. നിങ്ങളുടെ പഠനം തന്നെ സംഗമയുഗത്തിൻ്റെതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തുമല്ല ആ ഭാഗത്തുമല്ല, നിങ്ങൾ പുറത്താണ്. ബാവയെ തോണിക്കാരൻ എന്നും പറയുന്നു. നമ്മുടെ തോണിയെ മറുതീരത്ത് കൊണ്ടുപോകൂ എന്ന് പാടുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഒരു കഥയും ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ പോയിക്കൊണ്ടിരിക്കുന്നു, ചിലർ നിന്നു പോകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ ഈ ബ്രഹ്മാവിൻ്റെ വായിലൂടെ ഇരുന്ന് കേൾപ്പിക്കുന്നു. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? പ്രജാപിതാവ് തീർച്ചയായും ഇവിടെ വേണമല്ലോ. ഞാൻ ഈ ഒന്നിനെ അഡോപ്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹത്തിനും നാമം വയ്ക്കുന്നു. നിങ്ങളും ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണനാണ്. അവർ കലിയുഗ അന്ത്യത്തിലാണ്. പിന്നെ അവർ തന്നെ സത്യയുഗത്തിൻ്റെ ആദിയിൽ പോകും. നിങ്ങൾ തന്നെയാണ് ആദ്യം ബാബയിൽ നിന്നും വേർപെട്ട് പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നത്. നമ്മളിലുള്ളവരും എല്ലാവരും എന്ന് പറയില്ല. ഇതും മനസ്സിലാകും. ആരാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നത്? ഈ ലക്ഷ്മി നാരായണൻ്റേതാണെങ്കിൽ ഗ്യാരണ്ടിയാണല്ലോ. ഇവരെക്കുറിച്ച് തന്നെയാണ് ശ്യാമസുന്ദരം എന്ന് മഹിമയുള്ളത്. ദേവീ ദേവന്മാർ സുന്ദരമായിരുന്നു. കറുപ്പിൽ നിന്നും സുന്ദരമായി, ഗ്രാമത്തിലെ ബാലനിൽ നിന്നും മാറി സുന്ദരമായി മാറുന്നു. ഈ സമയത്ത് എല്ലാവരും ബാലനും ബാലികയുമാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. അവരെ ആരും അറിയുന്നില്ല. എത്ര നല്ല നല്ല വിശദീകരണം നൽകുന്നു. ഓരോരുത്തർക്കും വേണ്ടി സർജൻ ഒന്ന് തന്നെയാണ്. ഇത് അവിനാശി സർജനാണ്. യോഗത്തെ അഗ്നി എന്ന് പറയുന്നു. കാരണം യോഗത്തിലൂടെ തന്നെയാണ് ആത്മാവിൻ്റെ അലോയ് അഥവാ മാലിന്യം മാറുന്നത്. യോഗ അഗ്നിയിലൂടെ തമോ പ്രധാന ആത്മാവ് സതോ പ്രധാനം ആകുന്നു. അഥവാ അഗ്നി തണുത്തു പോവുകയാണെങ്കിൽ അലോയ് മാറുകയില്ല. ഓർമ്മയെ യോഗ അഗ്നി എന്ന് പറയുന്നു. അതിലൂടെ വികർമ്മം വിനാശമാകുന്നു. ബാബ പറയുന്നു, നിങ്ങളെ എത്രമാത്രം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ധാരണയും ഉണ്ടാകണമല്ലോ. ശരി, മന്മനാഭവ. ഇതിൽ ക്ഷീണിക്കുവാൻ പാടില്ല. ബാബയെ ഓർമ്മിക്കുവാനും മറന്നു പോകുന്നു.
ഈ പതിമാരുടെയും പതി നിങ്ങളെ ജ്ഞാനം കൊണ്ട് എത്ര അലങ്കരിക്കുന്നു. നിരാകാരനായ ബാബ പറയുന്നു, മറ്റെല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി തൻ്റെ പിതാവായ എന്നെ ഓർമ്മിക്കൂ. ബാബ സർവരുടെയും ഒന്നു തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാകുന്നു. നിന്റെ കൃപയിലൂടെ സർവരുടെയും നന്മ എന്ന് പറയുന്നുവല്ലോ. ബാബ സർവരുടെയും നന്മ ചെയ്യുവാൻ വന്നിരിക്കുകയാണ്. രാവണനാണെങ്കിൽ എല്ലാവരെയും ദുർഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. രാമൻ സർവരെയും സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബയുടെ ഓർമ്മയിലൂടെ അപാര സുഖങ്ങളുടെ അനുഭവം ചെയ്യുന്നതിനായി ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. ഓർമ്മ എപ്പോഴാണോ അഗ്നിയുടെ രൂപമെടുക്കുന്നത് അപ്പോൾ ആത്മാവ് സദോ പ്രധാനമാകും. ബാബ കവടികൾക്ക് പകരം രത്നം നൽകുന്നു. ഇങ്ങനെയുള്ള ഭോലാനാഥനായ ബാബയിൽ നിന്നും തൻ്റെ സഞ്ചി നിറയ്ക്കണം. ശാന്തിയിലിരിക്കുന്നതിൻ്റെ പഠനം പഠിച്ച് സദ്ഗതി പ്രാപ്തമാക്കണം. വരദാനം. മായയുടെ ബന്ധനങ്ങളിൽ നിന്നും സദാ നിർബന്ധനമായി ഇരിക്കുന്ന യോഗയുക്തവും ബന്ധനമുക്തവുമായി ഭവിക്കട്ടെ. ബന്ധനമുക്തത്തിൻ്റെ അടയാളമാണ് സദാ യോഗയുക്തം. യോഗയുക്തരായ കുട്ടികൾ ഉത്തരവാദിത്വങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മായയുടെ ബന്ധനത്തിൽ നിന്നും മുക്തമായിരിക്കും. മനസ്സിൻ്റെയും ബന്ധനം ഉണ്ടാകരുത്. ലൗകിക ഉത്തരവാദിത്വം ഒരു കളിയാണ്. അതിനാൽ ഡയറക്ഷൻ അനുസരിച്ച് കളിയുടെ രീതിയിൽ ചിരിച്ചുകൊണ്ട് കളിക്കൂ. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ക്ഷീണിക്കുകയില്ല. അഥവാ ബന്ധനമായി മനസ്സിലാക്കുകയാണെങ്കിൽ മടുപ്പുണ്ടാകുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു. എന്നാൽ ഉത്തരവാദി ബാബയാണ്. താങ്കൾ നിമിത്തമാണ്. ഈ സ്മൃതിയിലൂടെ ബന്ധനമുക്തമാകൂ. അപ്പോൾ യോഗയുക്തമായി മാറും. സ്ലോഗൻ. ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവൻ്റെ സ്മൃതിയിലൂടെ ബോധവും അഭിമാനവും സമാപ്തമാക്കൂ. അവ്യക്ത സൂചന. സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. അപവിത്രത കേവലം ആർക്കെങ്കിലും ദുഃഖം നൽകുകയോ പാപകർമ്മം ചെയ്യുകയോ മാത്രമല്ല, എന്നാൽ സ്വയം തന്നിൽ സത്യതയും സ്വച്ഛതയും അഥവാ വിധിപൂർവം അനുഭവിക്കുന്നുവെങ്കിൽ പവിത്രമാണ്. സത്യത്തിൻ്റെ തോണി മുങ്ങിപ്പോകുന്നില്ല, എന്നാൽ ആടി ഉലയുന്നു എന്ന് ഏതുപോലെയാണോ ചൊല്ലുള്ളത്, അപ്പോൾ വിശ്വാസത്തിൻ്റെ തോണി സത്യതയാണ്, ഓണസ്റ്റിയാണ്. അത് ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോകില്ല. അതിനാൽ സത്യതയുടെ ധൈര്യത്തിലൂടെ പരമാത്മ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമാകൂ. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും
ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.